പടയോട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആണ്. മിക്കവാറും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDAക്ക് പുറകോട്ട് പോകേണ്ടി വരുമെന്നും മഹാസഖ്യത്തിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നുമാണ് പറയുന്നത്. എന്നാൽ ചാണക്യ പോലെയുള്ള ഡൽഹി ഇലക്ഷനെ കൃത്യമായി പ്രവചിച്ച ചാണക്യയുടെ സർവേ ഫലം NDAക്ക് അനുകൂലമാണ്. മുന്നിലാണ് BJP ചാണക്യയുടെ സർവേ ഫലം അനുസരിച്ച്. ഇപ്പോൾ ഇതാണ് മഹാസഖ്യം 83ലേക്ക് പോകും. NDA 155 വരെ നേടും, മറ്റുള്ളവർ 5. ഇതാണ് ചാണക്യയുടെ വളരെ BJPക്ക് ആശ്വാസം നൽകുന്ന ഒരു സർവേ ഫലമാണ് ഈ അർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സർവേ ഫലങ്ങളുടെ ദിനമാണ്. നാളെ മലപ്പുറത്ത് റീപോളിംഗ് ആണ്. മറ്റന്നാൾ കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങോട്ടേക്ക് എന്ന നിയമസഭാ ഇലക്ഷൻ്റെ സെമി ഫൈനൽ റിസൾട്ടാണ് വരാൻ പോകുന്നത്. ഞായറാഴ്ച ബീഹാറിൻ്റെ യഥാർത്ഥ ഫലവും. നമ്മുടെ ദിവസങ്ങൾ, മണിക്കൂറുകൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വലിയ അർത്ഥത്തിൽ തരംഗങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചാണക്യയുടെ ഒക്കെ ഇത് വന്നതുകൊണ്ട്, ഒപ്പീനിയൻ പോൾ വന്നതുകൊണ്ട് നമുക്ക് ഈ ബീഹാറിലെ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകാം. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു കണ്ടെത്തല്. ജോർജ് കുര്യന്റെ താല്പര്യം അങ്ങനെയാണെങ്കിലും നമുക്ക് അങ്ങനെ പോകാൻ നിവർത്തിയില്ല. പക്ഷേ ജോർജ് കുര്യൻ ജനങ്ങൾ ഭീഷണിയാണ്, അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇങ്ങോട്ട് വന്നപ്പം കിട്ടിയ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിരുന്നു വരാം. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് അകത്ത് 80 രൂപ വെച്ച് പരിപ്പ് സൂക്ഷിച്ചിട്ട് ഇപ്പം 33,000 കോടി രൂപയുടെ ലാഭം അദാനി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് 80 രൂപ വെച്ചിട്ട് ശേഖരിച്ചിട്ട് അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അദാനിക്കാണ് നേട്ടം. പരിപ്പ് 80 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് 200 രൂപ വെച്ച് വിറ്റിട്ട് 33,000 കോടി രൂപയുടെ ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇല്ല, അദാനി അവർക്ക് എന്തും പറയാം. അത് നിങ്ങൾ പറയുന്നത് ഈ കാര്യത്തെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അതിനെപ്പറ്റി നിങ്ങൾ വളരെ ഇന്ത്യയുടെ ഒരു പോക്കാണ്, ഇന്ത്യൻ ഭരണത്തിന്റെ ഒരു പോക്കാണ് കാണിക്കുന്നത്. അതിനെപ്പറ്റി പറയണം. സീരിയസ് ആയി ഇമ്പാക്ട് ഉണ്ടാക്കിയ സാധനം ഒന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാനാണ്, ബീഹാറിൽ നിന്നുള്ള ആളാണ്. കൃഷിമന്ത്രി രാധാമോഹൻ സിംഗും ബീഹാറിൽ നിന്നുള്ള ആളാണ്. ഒരു വസ്തുവിനും പറ്റാത്തതായിരിക്കുന്ന ഒരു ക്യാബിനറ്റിന്റെ 2 മുഖങ്ങളാണ് ഈ 2 ആളുകൾ ബീഹാറിൽ നിന്നുള്ളതാണ്. പരിപ്പിന്റെ വില ക്രമാതീതമായി കൂടിയതും ഈ രാജ്യത്ത് നടന്ന വിലക്കയറ്റവും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ ഈ വർഗീയവൽക്കരണത്തിന്റെയും വിഭജനത്തിന്റെയും അസഹിഷ്ണുതയും പ്രവർത്തനത്തിന്റെ കൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് പറയുമ്പോൾ ശ്രീ ജോർജ് കുര്യൻ തൽക്കാലം അതൊരു തമാശയായിട്ട് മറ്റേ കൊള്ളിച്ച ശ്രീ അദാനിയെ വെടിവെച്ച് കൊല്ലണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വരാം. അദാനി വന്നതുകൊണ്ടാണ് 75,000 ടൺ വോട്ട് വെച്ചത് പിടിച്ചിരിക്കുന്നു. ഞാൻ ശ്രീ ജോർജ് കുര്യന് സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചർച്ചയിലേക്കാണ് ഞാൻ കുറച്ചു സമയത്തേക്ക് വരാൻ പോകുന്നത്. ശ്രീ ഉഴവൂർ വിജയൻ, ഞാൻ നേരത്തെ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത്, മലപ്പുറം കളക്ടർ വരുന്നതിന് മുമ്പ് കണ്ടത് ആ കോഴ വാങ്ങിക്കുന്ന രംഗമായിരുന്നു. അവിടെ JDU മന്ത്രി അവധേഷ് കുഷ്വാഹ അദ്ദേഹം കോഴ കൈപ്പറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. BJP ഈ വിഷയം വളരെയധികം പ്രചരണ വിഷയമാക്കി. ഒന്നും സംഭവിച്ചില്ല, അവിടെ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഈ കോഴയൊന്നും ഒരു വലിയ പ്രശ്നമല്ലാതായി മാറുന്നുണ്ടോ? കോടതി വിധി വന്നിട്ടും പലയിടത്തും കോഴ വാങ്ങിക്കുന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഈ കോഴയൊന്നും അല്ലേ ശ്രീ ഉഴവൂർ വിജയൻ? അവധേഷ് കുഷ്വ മാണിയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ കോഴ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോഴ മേടിക്കുന്നവൻ അവാർഡ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാണി സാറിന് തന്നെയാണ് സ്കിൻ അവാർഡ് 2015 കൊടുക്കത്തക്ക രീതിയിൽ ഒരു ത്വക്ക് പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കേണ്ടത്. അതേസമയം ഇപ്പോൾ സിദ്ദിഖിന്റെ നേതാവ് സുധീരൻ ആ കാര്യത്തിൽ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ വലിച്ചഴക്കിയ സിദ്ദിഖ് അതിനകത്ത് ഇടപെട്ട് തല വെച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവരുടെ ഈ കമ്മിറ്റി അരുണിന്റെ മാണി സാറിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരിട്ട് മേടിക്കല്ലേ. ഒന്ന് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, മറ്റേത് പ്രൈവറ്റ് ആണ് ആരോപണം. ഇല്ല, സിദ്ദിഖ് ജോർജ് കുര്യൻ ആവരുത്, ഈ ചർച്ചയ്ക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകരുത്. കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് റിസൾട്ട്
ചാണക്യയുടെ റിസൾട്ട് വന്നുകൊണ്ട് കൈരളി ഒരിക്കലും ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. നമുക്കൊരു പ്രമേയം പാസ്സാക്കാം. കൈരളി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പക്ഷപാതം എടുക്കില്ല, നിഷ്പക്ഷമായി ചർച്ച ചെയ്യും. ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാം. ജോർജ് കുര്യൻ ഈ ചാണക്യയിൽ ആശ്വാസം കണ്ടിട്ട് 8-ാം തീയതി വരെ. അല്ല, എനിക്ക് ശ്രീ സിദ്ദിഖിന്റെ ആശ്വാസമാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പോൾ എന്താണ് കുഷ്വാഹയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കെ എം മാണിയാണെന്ന് ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞു, അവിടുത്തെ കെ എം മാണിയാണെന്ന്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയുടെ കാര്യത്തിലെല്ലാം ഇതിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്കിപ്പോൾ ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നതെന്നാണോ നിങ്ങളും കണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ ഈ കാര്യങ്ങളെയൊക്കെ കോടതി വിധി വന്നിട്ടും ഒരു നിലപാട് കൊടുക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? ഇതിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയാം. അഴിമതിയുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് UDF-നെ സംബന്ധിച്ചുണ്ട്, ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ട്. ഇതിൽ ഡീറ്റെയിൽഡ് എൻക്വയറി നടക്കട്ടെ, അന്തിമ വിധി വരട്ടെ. ആ വിധിന്യായത്തിൽ കെ എം മാണി പാമോലിംഗ് കേസ് പോലെ സമാനമായിട്ടുള്ള നടപടികൾ പോലെ എക്സോണറേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളിപ്പോൾ മാണി സാറെ അങ്ങ് ഒഴിവാക്കി എന്ന് വെച്ചോ, മാറ്റി നിർത്തിന്ന് വെച്ചോ, ഒരു സംശയമില്ല. ഇവര് ഡയറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറിനെയും സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. ആ ഏർപ്പാടിന് UDF ഏതായാലും ഇപ്പം നിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, കോടതി വിധി എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്ന പോലെയുള്ള ബാലകൃഷ്ണ പിള്ളയുടെയും KB ഗണേഷ് കുമാറിനും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ അവസ്ഥയിലാണോ കെ എം മാണി സാർ ഇപ്പോൾ? ഞാൻ പറയട്ടെ. മാർച്ച് 22, ഏപ്രിൽ 2 പ്ലസ് CD-യിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 22-ാം തീയതി പണം കൊടുത്തു എന്ന് 25 ലക്ഷത്തിന്റെ ഇടപാടാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 22-ന് പണം കൊടുത്തു. ഇതാരാ പറയുന്നത്? അമ്പിളിയാ. ആരാ അമ്പിളി? അമ്പിളി ഞാനത് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ ആ കോടതി വിധിക്കകത്ത് കയറി വെടിവെക്കണോ? കോടതി വിധിക്കകത്ത് കയറി വെടിവെക്കണോ എന്നാണ് ചോദ്യം. ഒരു പ്രയാസമില്ല. ആ വിധിക്കകത്ത് കയറി ഡീറ്റെയിൽസ് പറഞ്ഞേ പറ്റൂ. അല്ല, വിധിക്കകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ തെളിവ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനകത്ത് സുകേഷ് വാങ്ങിയതിന്റെ ബാക്കി വാങ്ങിയത് കണ്ടെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, സുകേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കുകയും അതേസമയത്ത് സുകേഷൻ കൊടുത്ത ഫൈനൽ റിപ്പോർട്ട് തള്ളുകയും ചെയ്യുക എന്നുള്ള ഒരു വൈരുദ്ധ്യമായ നിലപാടാണ് സുകേഷന്റെ തന്നെ. ഇൻഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കോടതി വിധിയാണ് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത് ടി സിദ്ദിഖ്. കോടതി പരിശോധിച്ചതിനകത്തൊരു വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കോടതി വിധിയെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. പിന്നെ ടി സിദ്ദിഖും തീർച്ചയായിട്ടും അങ്ങോട്ട് വരും. എനിക്ക് മനസ്സിലായി. ആദ്യമേ തന്നെ ശ്രീ ജോർജ് കുര്യന് സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടാ തുടങ്ങിയത്. അല്ല, അത് അദ്ദേഹത്തോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയണ പോലെയാണ് ഇപ്പോ ഈ ചർച്ച. അല്ലല്ല, ജോർജ് കുര്യൻ സാർ അല്ല, ഈ കാര്യത്തിൽ അദ്ദേഹം അരിയെ കറക്റ്റ് ആയിട്ട് പറയും. അല്ല, ഇതിനകത്ത് TNCMയോ ടി സിദ്ദിഖോ ഇരുന്ന് ഇവിടെ കോടതി വിധിക്കാത്ത വൈരുദ്ധ്യം അന്വേഷിക്കേണ്ട, മാത്രമല്ല അങ്ങനെ ഒരു ചർച്ചയല്ല ഇത്. അല്ല, കോടതി പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മാന്യമായ കാര്യം ചെയ്യുക. കോടതി തെളിവുകളുണ്ട്, തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഉടനെ കോടതിയുടെ വിധിയുടെ വൈരുദ്ധ്യത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട ധാർമ്മിക നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ സത്യം പറയാം, ഇനിയിപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കാം. നിങ്ങളുടെ പല നേതാക്കളും ഇന്നോട്ട് നാളെ രാവിലെ ഇത് പറയണോ നാളെ വൈകുന്നേരം പറയണോന്ന് ആലോചിച്ചു. റീപോളിംഗ് ഉള്ളതുകൊണ്ട് നാളെ കൂടെ നമ്മൾ അവധി കൊടുക്കും. അതിന് ആ രീതിയിൽ കണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ എതിർത്ത് പറയുന്നത്. ഇപ്പൊ ഈ CD-യുടെ കാര്യം ഞാൻ കോടതിയുടെ തീരുമാനത്തെ എതിർക്കല്ല. ഡീറ്റെയിൽഡ് എൻക്വയറി നടക്കട്ടെ. പാമോലിംഗ് കേസിനകത്തേക്ക് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇനിയിപ്പോ നാളെ തൊട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു? എന്തിനാ ഈ KPCC എക്സിക്യൂട്ടീവ് 12-ാം തീയതി കൂടുമ്പോൾ ചിലതൊക്കെ ആലോചിക്കുമെന്ന് VM സുധീരൻ പറഞ്ഞു. ഡീറ്റെയിൽഡ് എൻക്വയറി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, മാണി സാറ് സമ്പൂർണ്ണമായി എക്സോണറേറ്റ് ചെയ്യപ്പെടും ഈ കേസിൽ. ഈ 337 സാക്ഷികളെ വിസ്തരിച്ചപ്പോ ഒരു സാക്ഷി പോലും ഒന്നുകിൽ ഈ കറപ്ഷൻ ആന്റി കറപ്ഷൻ ആക്ടിന്റെ 713(1)D അനുസരിച്ച് ഒരാള് ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ പണം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ പണം വാങ്ങണം. 337 സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ ഒരാള് പോലും
ഒരാള് പോലും പണം വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല, കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. 9 ബാർ കൂട്ടിയതായ അമ്പിളി ബിജു രമേശിന്റെ ഡ്രൈവറാ പറഞ്ഞേ, വേറെ ആരാ പറഞ്ഞേ? എന്തോ കുഴപ്പം അമ്പിളിക്ക് പറയണ്ടേ? അത് നുണപരിശോധനയെ തെളിയും. ഏത് നുണപരിശോധന? BJP-ക്കാരുടെ കാര്യം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പയറാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തോന്നും. പിന്നെ എനിക്കൊരു സംശയം, ഈ മാണി സാറ് പാപിയാണെന്ന് പറയാൻ ഞാൻ ദൈവമല്ല, കാരണം മാണി സാറ് ദൈവത്തിന്റെ ആളാണല്ലോ. അതുപോലെ മാണി സാറിനെതിരെ വിധി എഴുതാൻ ഞാൻ കോടതിയല്ല. മാണി സാറിനെ അല്ലെങ്കിൽ അത്ര തറപ്പിച്ച് നിങ്ങൾ പറയരുത്. എപ്പോഴാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. മാണി സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ അജയ തറയിലാണ്, മാണി സാറ് അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ ടോമി കല്ലാനിയാണ്. ഇവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. അജയ തറയുടെ വായിലേക്ക് മറ്റേ കറുത്ത സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ DGP കാണിച്ചേ, അതെടുത്ത് ഒട്ടിച്ചിട്ട് കോൺഗ്രസ്സുകാർ മാറ്റിയിരുത്തി കുറച്ച് നാളത്തേക്ക് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ബീഫിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടാണ് ഇവരും എടുത്തിരിക്കുന്നത്. ബീഫ് അവിടെ വേറെ രീതിയിലാണ്, കേരളത്തിൽ വേറെ രീതിയിലാണ്. ഈ കൊച്ചിയിൽ അജയ് തറയിൽ നിന്ന് പറയാം, കോഴിക്കോട്ട് ടി സിദ്ദിഖിന് പറയാൻ പറ്റില്ല. പോത്തിറച്ചി ഞാൻ തിന്നുമല്ലോ, പോത്തിറച്ചി ഞാൻ തിന്നും, അത് എല്ലാ ചാനലുകളിലും ഞാൻ പറഞ്ഞതാണ്. പോത്തിറച്ചി ഇന്ത്യയിൽ എങ്ങും നിരോധിച്ചിട്ടില്ല. ബീഫ് ഈസ് ഈക്വൽ ടു പശു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എതിർത്തത്. അല്ല, പോത്തിറച്ചി നിരോധിക്കണം എന്ന് ഹിന്ദു മഹാസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോത്തിറച്ചി മാത്രമല്ല, ആട് അല്ലല്ല അല്ല എല്ലാ കുടുംബക്കാരല്ലേ, കുടുംബക്കാരല്ലേ. ജോർജ് കുര്യൻ, നിങ്ങൾ ഇങ്ങനെ പറയരുത്. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, അത് ആലോചിക്കണം. ഇത് ആലോചിച്ചിട്ടേ പറയാവൂ. എന്താ അറിയോ, ഇവര് കുറച്ച് ആളുകളെ എന്തും വിളിച്ചു പറയാൻ കുറച്ച് ആളുകൾ വെക്കും, പ്രധാനമന്ത്രി മൗനം പാലിക്കും, എന്നിട്ട് അവരൊന്നും ഞങ്ങളിത് യാതൊരു ബന്ധമില്ലാന്ന് ജോർജ് കുര്യനെ പോലുള്ളതായിരിക്കുന്ന ആളുകൾ വന്ന് പറയാ. ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങളെ കണ്ടാണ് പഠിച്ചത്. ജനാധിപത്യ പാർട്ടിയാണ്, എന്തും പറയാം, ആർക്കും എന്തും പറയാം. അല്ല, ഇതൊരു പക്ഷേ സീമേച്ച് നേരത്തെ പറഞ്ഞതുപോലെ മാണിന്ന് പോത്തിലേക്ക് പോയത് ഉഴവൂർ വിജയൻ, ഈ മാണിയിൽ നിന്ന് പോത്തിലേക്ക് പോയത് എത്ര ദൂരമുണ്ട്? ജോർജ് കുര്യൻ ഹിന്ദു മഹാസഭയുടെ ആളല്ല, അത് അറിയാമല്ലോ, പേരുകൊണ്ട് തന്നെ അറിയാവുന്നവർ. ബീഫ് കഴിക്കുമെന്ന് തെളിച്ചു പറയുകയും ചെയ്തു. അപ്പം ജോർജ് കുര്യനോട് നമുക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. പിന്നെ മാണി സാറിനെ സംബന്ധിച്ച് അവരുടെ ആളാണ്, കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയുടെ ചെയർമാനാണ്. അപ്പൊ അവർക്കൊരു ചെറിയ ചായ്വ് പശുവിനോട് ഉള്ളതുപോലെ മാണി സാറിനോടും ഉണ്ട്. അതെ അതെ അതെ, അത് വേറെ കാര്യം. ഈ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവര് തെളിവിന്റെ കാര്യം സിദ്ദിഖൊക്കെ പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് തന്ന നോട്ടിന്റെ നമ്പർ പറയാമോ എന്നാണ്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സിദ്ദിഖ് പറയുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ തെളിയൂന്ന് പറഞ്ഞു. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ അതിന് 4-5 മാസം ഗവൺമെന്റ് തീരെയല്ല, പിന്നെ പുള്ളി രാജിവെക്കണം. അപ്പൊ അതിബുദ്ധിയോട് കൂടിയാണ് സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാര് കൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന പോസ്റ്റാണത്. അതായത് BJP-യുടെ ഭരണകക്ഷിയുടെ മൈൻ ഭരണകക്ഷിയുടെ ധനകാര്യ മന്ത്രിമാര് അതിൻ്റെ അകത്ത് പങ്കെടുക്കില്ല. പ്രതിപക്ഷത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ത്രിപുരയിലെ മന്ത്രി ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടാണ് ഈ മാണി വന്നത്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. പറഞ്ഞു വരുന്നത് എന്താണ് ശ്രീ ജോർജ് കുര്യൻ? അതായത് ശ്രീ KM മാണി സാർ അവിടെ വരേണ്ട ആളല്ല, അദ്ദേഹം അതിന് വരാൻ പാടില്ല. പക്ഷേ ഈ പ്രതിപക്ഷം എല്ലാം കൂടെ അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹം അവിടെ ആയിപ്പോയി. ഇതല്ലേ വരണോ വരണ്ടയോ എന്നുള്ളത് ആങ്കർമാരാണല്ലോ തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ ആങ്കർമാരാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ എവിടെ വോട്ട് ചെയ്യണം, ജനങ്ങൾക്ക് ആംഗ്രി ഉണ്ടായുള്ള അവസ്ഥയാണ് എന്റെ പേടി. ഏതാണ് തീരുമാനിക്കുന്നത്? ഇത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ്. അതിൻ്റെ 124-ാമത്തെ വകുപ്പ് അനുസരിച്ചാണ് അത് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മുടെ രാം ജെഠ്മലാനി ഇരിപ്പുണ്ട്, BJP പുറത്താക്കിയിരിക്കുകയാണ്. എപ്പോഴും രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗമാണ്. ഇവര് ജനാധിപത്യത്തിലാന്ന് പറയുന്ന ആളാണ്. എനിക്ക് ഒറ്റ സംശയം, ഈ KM മാണി സാർ ഇപ്പൊ ഈ കോടതി വിധിയിലൂടെ ഇങ്ങനെ ഒരു അഴിമതിയുടെ രൂപത്തിൽ നിൽക്കുകയാണല്ലോ, നിങ്ങളത് തറപ്പിച്ച് പറയുന്നില്ല, ബാക്കിയുള്ളവർ പറയുന്നതിനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം ഇടതുവശത്ത് അച്യുതാനന്ദന്റെ ഇടതുവശത്ത് പിള്ള സാറുണ്ട്, R ബാലകൃഷ്ണ പിള്ള. ഈ മാണിയെ ശിക്ഷിച്ച് പുറത്തിറക്കുകയാണ്. വലതുവശത്തുണ്ട് ഈ പറഞ്ഞതല്ല. അല്ല, എന്റെ ചോദ്യം ഇതാണ് ശ്രീ ജോർജ് കുര്യൻ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞതിനും ഈ മാർക്സിസ്റ്റ് പാർട്ടി അറ്റാക്ക് ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം വേണം. സിദ്ദിഖ് കൂടെ എന്ത് ബഹളം ഉണ്ടാക്കി നോക്കിയേ. ഞങ്ങൾ തമ്മിൽ ഏറ്റവും നിങ്ങൾ അവരെ കണ്ടാണല്ലോ പഠിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ കണ്ടാണ് നരേന്ദ്രമോദി പഠിക്കുന്നത്. അല്പം ഇടത്തോട്ട് ചെരിഞ്ഞാ നിൽക്കുന്നത്. ജോർജ് കുര്യൻ, എന്റെ ചോദ്യം ഇതാണ്. ശ്രീ KM മാണി ഇങ്ങനെ ഒരു അഴിമതി വാങ്ങിച്ചു എന്ന ഒരു ആരോപണം ഉണ്ടെങ്കിൽ, കോടതിയുടെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണ്ടേ? പക്ഷെ നിങ്ങൾ തർപ്പിച്ച് പറയാൻ ഞങ്ങളല്ലേ സമരം ചെയ്തേ. R ബാലകൃഷ്ണ പിള്ളയെ
അച്യുതാനന്ദൻ ഇടതുവശത്തിരുത്തിയിട്ട് പൊട്ടിത്തെറിച്ചു അഴിമതിക്കെതിരെ. അടുത്ത പ്രാവശ്യം മാണിയെ വലതുവശത്തിരുത്തിട്ട് ശക്തമായിട്ട് പൊട്ടിത്തെറിക്കില്ലേ? രാജിവെക്കണം. അതുപോലെ അജയ് തറയിലും അതുപോലെ തന്നെ ടോമി കല്ലാനിയും അഴിമതിക്കാരാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ്. എന്തുകൊണ്ട് കോൺഗ്രസ്സുകാര് അയാളെ അദ്ദേഹത്തെ ചോദിച്ചുകൊണ്ട് നടക്കുന്നു? സോറി, ടോമി കല്ലാനിയും അജയ് തറയിലും മാണി സാർ രാജിവെക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. അജയ് തറയിൽ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പാർട്ടി വേദികളിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടേതായിരിക്കുന്ന അഭിപ്രായ അജയ് തറയിൽ പറഞ്ഞത് ചാനലിലാണ് അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. ശ്രീ വി എം സുധീരനും ശ്രീ എ കെ ആന്റണി എന്താ പറഞ്ഞത്? ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? ധാർമ്മികതയാണത്, ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. എന്താ സംശയം? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ധാർമ്മികത വ്യക്തിപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ കാര്യം? ഇവിടെ പാമ്പോലിംഗ് കേസിൽ അന്ന് മുഖ്യമന്ത്രി വെച്ചിരുന്നുവെങ്കിൽ അവസാനം എക്സോണറേറ്റ് ചെയ്തല്ലോ. കെ പി വിശ്വനാഥന്റെ കേസ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞല്ലോ. അന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അസംബ്ലിയിൽ കൊണ്ടുവന്നല്ലോ. ആ അടിയന്തര പ്രമേയം വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് മാറിക്കാൻ പറഞ്ഞല്ലോ. 12 കൊല്ലം കഴിഞ്ഞ് കേസിന്റെ വിധി വന്നപ്പോ കെ പി വിശ്വനാഥനെ എക്സോണറേറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് ഇതേപോലെ സമാനമായി അനുഭവം ഈ കേസിൽ അതാണ് പറയുന്നത്. ആന്റണിയൊക്കെ രാജിവെച്ചത് വളരെ കഷ്ടമായി പോയി പഞ്ചസാര കേസിലൊക്കെ. വിശ്വനാഥൻ രാജിവെക്കുന്നത്, ശ്രീകുമാർ രാജിവെക്കുന്നത് ആ പോസ്റ്റിനോട് കാണിക്കുന്ന ധാർമ്മികമായൊരു സദാചാര മൂല്യമാണ്. അത് രാജിവെക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. രാജിവെക്കുന്നത് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അന്വേഷിച്ചാൽ ആ അന്വേഷണം തൃപ്തികരമല്ലാതെ പോയാലോ ആ സന്ദേഹം പാടില്ല എന്നുള്ള നിലയ്ക്ക് അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു ധാർമ്മിക പ്രവൃത്തിയാണ്. അതാണ് എ കെ ആന്റണി പറഞ്ഞ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആ ധാർമ്മികത ഓരോ വ്യക്തിയിലും തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ രാജിവെക്കേണ്ടത് തന്നെയാണ് ഞാൻ ചെയ്ത മാതിരി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ അധികം വിഷമിക്കേണ്ട. നാളെ വൈകുന്നേരം ഇക്കാര്യത്തിലൊക്കെ തീരുമാനം വരും. സിദ്ദിഖ് ഇതൊക്കെ പറയും, അങ്ങനെ രാജിവെക്കുകയും ചെയ്യും. ഈ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വരില്ലല്ലോ, പറയാത്താണല്ലോ. അവിടെ എന്താണ് സിദ്ദിഖ് പറയുന്നത്? ഞാനിതിൽ ഒരു കാര്യം വളരെ കൃത്യമായി നേരത്തെ തന്നെ സൂചിപ്പിച്ചു. മാണി സാറുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് ഓർഡർ ചെയ്തിരിക്കുന്നു. ആ ഡീറ്റെയിൽ എൻക്വയറി നടക്കും. ഡീറ്റെയിൽ എൻക്വയറി പൂർത്തീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു സംശയമില്ല 337 സാക്ഷികളെ വിസ്തരിച്ച കേസാണ്. ഇതിൽ അമ്പിളി എന്ന് പറയുന്ന ഒരൊറ്റ സാക്ഷിയാണ് KPCC-യിൽ പറയാൻ പോകുന്നത്. സിദ്ദിഖ്, ഇതല്ലല്ലോ പ്രശ്നം. അവിടെ ഇപ്പൊ രാജിവെക്കണോ, എന്താണ് നമുക്ക് അപകടം, രാജിവെച്ചാൽ എന്താണ് സംഭവിക്കുക, ഇതൊക്കെയാണല്ലോ ചർച്ച ചെയ്യുക. രാജിവെക്കണമെന്ന് ശക്തമായിട്ട് ശ്രീ വി എം സുധീരൻ പറയും. ബാസുരേന്ദ്ര ബാബുവേട്ടനും ലാലടക്കമുള്ള ബാസുരേന്ദ്ര ബാബുവേട്ടനും വിജയേട്ടനും ലാലും ഒക്കെ പാമ്പോലിംഗ് കേസ് വന്ന സന്ദർഭത്തിലും കെ പി വിശ്വനാഥന്റെ കേസിലും രാമേന്ദ്രൻ മാഷ കേസിലും ഒക്കെ നിങ്ങൾ അഹോരാത്രം പണിപ്പെട്ട് രാജി ആവശ്യപ്പെട്ടതാ. അന്ന് രാജിവെച്ചിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്ന അവസ്ഥ? സമാനമായ രീതിയിൽ ഈ കേസിലും പരിപൂർണമായി എക്സോണറേറ്റ് ചെയ്യപ്പെടും. ഇതിലുള്ള ഒരു കാര്യമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ വിജിലൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹെറാർക്കിയെ തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇല്ലിക്കാടന്റെ ഡിസിഷൻ. അതിൻ്റെതായിരിക്കുന്ന അർത്ഥത്തിൽ പരിപൂർണമായ രീതിയിൽ എടുക്കണോ എടുക്കണ്ടയോ പൊതുസമൂഹത്തിൽ ചർച്ച മാണിസാറ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടു. ഞാൻ ഈ അരുവിക്കരയിൽ ഇതൊക്കെ ചർച്ച ചെയ്താണല്ലോ. അരുവിക്കരയിൽ ചർച്ച ചെയ്ത് ജനം തള്ളിയതാണല്ലോ. അരുവിക്കരയിൽ ഈ സംഭവം ഇല്ലായിരുന്നു, കേസില്ലായിരുന്നല്ലോ, വിധിയില്ലായിരുന്നല്ലോ. അരുവിക്കരയിൽ ബാറാണ്. 1978 കെ എം മാണി രാജിവെച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. 2009 PJ ജോസഫ് രാജിവെച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് തിരിച്ചു വന്നു. അതുകൊണ്ട് ആ മന്ത്രിസഭയ്ക്ക് തിളക്കം കൂടിയതേ ഉള്ളൂ. സിദ്ദിഖിന്റെ മനസ്സ് പറയുന്നത് വേറൊന്നാണ്. പക്ഷേ ഇപ്പൊ എങ്ങനെ പറയുന്നത്, റിസൾട്ട് വരാതെ എങ്ങനെ പറയുന്നത്? റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കുന്നു. അത് കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് അല്ല അത് തീരുമാനിക്കേണ്ടത്. കേരള കോൺഗ്രസിന്റെ മന്ത്രിയാണ് കെ എം മാണി. അതുകൊണ്ട് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. മീറ്റിംഗ് വിളിക്കാൻ ഇവിടെ അത് പറയുന്നില്ല എന്ന് സിദ്ദിഖ് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. 7-ാം തീയതി വൈകിട്ട് വരെ സിദ്ദിഖിനെ വെറുതെ വിടുക മാണിക്കാര്യത്തില്. ഇനി അത് വീണ്ടും എന്തായാലും 7-ാം തീയതി വൈകുന്നേരം വരെ സിദ്ദിഖിനെ മാത്രമല്ല പലരെയും വിടുകയാണ്. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 7-ാം തീയതി വൈകുന്നേരം കഴിയുമ്പോഴാണ്. ശ്രീ ജോർജ് കുര്യൻ ആർത്ത് ചിരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോർജ് കുര്യന്റെ ചിരിയുടെ അർത്ഥം കൂടി നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത് എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഇവിടെ കേരളത്തിലെ അഴിമതി കഥയിലേക്ക് നമ്മൾ ഇടയ്ക്ക് എത്തിയത്. വീണ്ടും ബീഹാറിലേക്ക് തന്നെ നമ്മളൊന്ന് പോയാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കവാറുമൊക്കെ ഇപ്പോഴും NDAക്ക് അനുകൂലമാണ്. എടുത്തു പറയേണ്ടത് ചാണക്യയുടെ NDAക്കല്ല, മഹാസഖ്യത്തിന് അനുകൂലമാണ്. നമുക്കൊന്നുകൂടി
എന്തായാലും ഞാൻ തൽക്കാലം ശ്രീ ജോർജ് കുര്യന്റെ കൂടെ തന്നെയാണ്. അദ്ദേഹം ഞാനത് ഇപ്പോൾ പുതിയതായി വന്ന പ്രേക്ഷകർക്ക് നമുക്കൊന്നുകൂടി, പ്രത്യേകിച്ച് ഈ സമയത്തെല്ലാം ആയിരിക്കും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന പല പ്രേക്ഷകരും, മഹാസഖ്യം ABP ന്യൂസ് 130, മഹാസഖ്യം NDA 108, മറ്റുള്ളവർ 5. ABP സർവേ അവരുടെ ഒപ്പീനിയൻ പോളിൽ NDAക്ക് അനുകൂലമായിരുന്നു. ഇനി സി വോട്ടർ സർവേ മഹാസഖ്യം 122, NDA 111, മറ്റുള്ളവർ 10. ഇന്ത്യ TV മഹാസഖ്യം തന്നെ, മഹാസഖ്യത്തിന് 122, NDA 111, മറ്റുള്ളവർ 10. ന്യൂസ് നേഷൻ മഹാസഖ്യം 120 മുതൽ 124 വരെ, NDA 115 മുതൽ 119 വരെ, മറ്റുള്ളവർ 3 മുതൽ 5 വരെ. ന്യൂസ് എക്സ് മഹാസഖ്യം 133 മുതൽ 140 വരെ, NDA 90 മുതൽ 100 വരെ. ഹെഡ്ലൈൻസ് ടുഡേയിൽ NDAക്കാണ് മേൽക്കൈ, മഹാസഖ്യം 117, NDA 120, മറ്റുള്ളവർക്ക് 6 സീറ്റുകൾ. അവിടെ ആ മറ്റുള്ളവർ നിർണായക ശക്തികളാവും. ഇനി ITGയുടെ മഹാസഖ്യം 111 മുതൽ 123 വരെ, NDAക്ക് അവിടെയും ചെറിയ മേൽക്കൈയുണ്ട്, 113 മുതൽ ഹങ് അസംബ്ലിയാണ്. ഹങ് അസംബ്ലി, മറ്റുള്ളവർ 4 മുതൽ 8 വരെ. ഇനി ടുഡേ ചാണക്യയാണ് ഏറ്റവും വലിയൊരു മാർജിൻ നൽകുന്നു. NDAക്ക് 155, മഹാസഖ്യത്തിന് 83, മറ്റുള്ളവർക്ക് 5 സീറ്റുകൾ. റൈറ്റ്, ഇതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ വഴിക്കാണ് പോകുന്നത്. എന്താണ് ബീഹാറിലെ ജനതയെ സ്പർശിച്ച വിഷയങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോൾ കുറേയൊക്കെ പറയുന്നുണ്ട്. ബീഫ് പറഞ്ഞു, പരിപ്പിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു, വിലക്കയറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിഷയങ്ങളും നമുക്ക് ബീഹാറിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് പോകാം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, വിഷയങ്ങൾ മാറി മറയുന്നു. ഇപ്പം തുടക്കത്തിൽ വിലക്കയറ്റം, പരിപ്പിൻ്റെ ആ വിഷയം ആദ്യഘട്ടത്തിൽ ആ പ്രചാരണം തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് അത് ഇതാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. ഒന്ന് സ്വാഭാവികമായി സംസ്ഥാന ഭരണം, മഹാസഖ്യം. ഈ മഹാസഖ്യം എത്ര കണ്ട്, ലാലുവും നിതീഷും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഒരിക്കലും തന്നെ അത് നടപ്പിലാവില്ല എന്നാണ് കോരിത കരുതിയിരുന്നത്. പിന്നെ മോദിയുടെ ആ ഒരു ശക്തമായ നേതൃത്വം, സംവരണം, അത് RSS നേതൃത്വം നൽകിയ ഒരു സംഭാവനയാണ് ഈ സംവരണം. രാജേന്ദ്ര ഒന്ന് ഇപ്പോൾ വരാം. നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്, അതിലേക്ക് പോവാം. നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറവും തൃശ്ശൂരും ഏതാനും ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യമായി വന്നിട്ടുണ്ട്. അതിൽ തൃശ്ശൂർ 9 ഇടങ്ങളിൽ നാളെ റീപോളിംഗ് നടത്തുന്നതാണ്. മലപ്പുറത്ത് എന്നാൽ കുറേ കൂടി പോളിംഗ് ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. 105 ബൂത്തുകളിൽ മലപ്പുറത്ത് നാളെ റീപോളിംഗ് നടക്കുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പോളിംഗ് ബൂത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിച്ചത്. മലപ്പുറത്ത് ഏതാണ്ട് 255 പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് അതിൻ്റെ ഉപയോഗത്തിന് തടസ്സം നേരിട്ടതിൽ അവിടെ ആ ഉപകരണങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കാലതാമസം ഇടയ്ക്ക് വരാനിടയായിട്ടുണ്ട്. അതിലുൾപ്പെട്ട് വരുന്ന 105 ബൂത്തുകളിലാണ് നാളെ റീപോളിംഗ് നടക്കുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ വ്യാപകമായ ഒരു സ്വഭാവം കാണിച്ചതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എല്ലാം തന്നെ നമ്മുടെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ മലപ്പുറത്ത് ഉപയോഗിച്ച മെഷീൻസും അതേ രീതിയിലുള്ള മെഷീൻസ് അതിൽ കുറേ പോളിംഗ് ബൂത്തുകളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ളൊരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് പ്രസ് എററാണ് അത് എന്നുള്ള രീതിയിലാണ് അതിൽ ഡിഫക്റ്റ് നോട്ട് ചെയ്തത്. പ്രസ് എറർ എന്ന് പറയുമ്പോൾ ബാലറ്റ് യൂണിറ്റിൽ വരുന്ന ഒരു വോട്ട് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോഴുള്ള എറർ കാണിക്കുന്നതാണ്. കൺട്രോൾ യൂണിറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട
ഉപകരണം. അതുകൊണ്ട് അത് മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കില്ല. പ്രസ് എറർ ഈ രീതിയിൽ ഇത്രയും വ്യാപകമായ രീതിയിൽ ശ്രദ്ധയിൽ വന്നത്, അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും അത് ഈ മെഷീനെ സംബന്ധിച്ചൊരു സ്വാഭാവികതയല്ല. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നതാണ്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതിനെക്കുറിച്ച് ഉടൻ തന്നെ തീരുമാനിക്കുന്നതാണ്. ഏത് നിലയ്ക്കായാലും ഇതിൻ്റെ ഇത്രയും ഇടത്ത് അങ്ങനെ ഒരു സ്വഭാവത്തിൽ അത് ഈ പ്രസ് എറർ കാണിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയാണ്. തൃശ്ശൂരെ സംബന്ധിച്ച് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അവിടെയും വോട്ടിംഗ് മെഷീൻസ് ചെറിയ അത് പലതും ഈ പ്രസ് എറർ എന്നുള്ള രീതിയാണെന്ന് തോന്നുന്നില്ല. എന്നാൽ തന്നെ അവിടെയും കുറച്ച് സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻസിന് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട്, പ്രവർത്തനത്തിൽ ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് പക്ഷേ പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്തും റിപ്പയർ ചെയ്തും അത് ഉടൻ തന്നെ പരിഹരിക്കാനിടയായി. പക്ഷേ എങ്കിൽ കൂടിയും 9 സ്ഥലങ്ങളിൽ റീപോളിംഗ് അവിടെ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇവിടേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചു. അത് കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ അതേ സംബന്ധിച്ചും നാളെ തന്നെ അതിൻ്റെ 105 പോളിംഗ് ബൂത്തിനെ സംബന്ധിച്ച് റീപോള് നടത്തുന്നതായിരിക്കും. കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച വന്നത് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കളക്ടറുടെ നേതൃത്വം തന്നെയായിരിക്കും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക? അല്ല, കളക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ആശ്രയിക്കുന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിലുണ്ടായ തകരാറ് അസ്വാഭാവികത ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. വലിയ വാർത്തയാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ കണ്ട തകരാറ് മലപ്പുറം ജില്ലയിലേത്. തൃശ്ശൂരിൽ സ്വാഭാവികം എന്ന് പറയാമെങ്കിലും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന തകരാറ് അസ്വാഭാവികം എന്നാണ് അവിടുത്തെ പ്രസ് എററിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യമന്ത്രിയും അന്വേഷിക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിരിക്കുന്നു. നാളെ റീപോളിംഗ് ആണ് മലപ്പുറം ജില്ലയിലും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേലും തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും അസ്വാഭാവികമായ ഒരു സംഭവ വികാസം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബീഹാറിൽ നിന്ന് തൽക്കാലം ഈ ഘട്ടത്തിൽ ചർച്ച ഈ അസ്വാഭാവികതയിലേക്ക് പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസ്വാഭാവികത? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ തുടങ്ങുന്ന ഘട്ടം മുതൽ അസ്വാഭാവികമായ പലതും ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കുന്നില്ല, നവംബറിൽ കാര്യങ്ങൾ 1-ാം തീയതി ഇവിടെ ഭരണത്തിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോഴിതാ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ തർക്കങ്ങൾ സിദ്ദിഖിനറിയാം. അതുകൊണ്ടാണ് സിദ്ദിഖിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഈ അസ്വാഭാവികതയ്ക്ക് കാരണമായി നിങ്ങൾ കാണുന്നത്? ഇതിൽ നേരത്തെ കഴിഞ്ഞ തവണയും ഒക്ടോബർ മാസം 2-ാം തീയതി ചുമതല ഏൽക്കണം എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും അല്പം വൈകിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. 2, വേണമെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ആ ഡിബേറ്റ് നടക്കുന്ന സമയം ഇതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ സമയത്തിന് തന്നെ നമുക്ക് ഞാൻ ചോദിച്ച ചോദ്യം അതല്ല, അത് പശ്ചാത്തലമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നടന്ന ഈ അസ്വാഭാവികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. അല്ല, ഇത് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ, കലക്ടർ പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞു, ടെക്നിക്കലായി വന്നിട്ടുള്ള പ്രശ്നമാണ്. ആ ടെക്നിക്കലായി വന്ന ടെക്നിക്കലായ പ്രശ്നമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞു. ഇത് യന്ത്രത്തിൻ്റെ പ്രശ്നമല്ല, ഇത് 5-6 വോട്ടുകളൊക്കെ ചെയ്തതാണ്, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒരു എററാണ്. അതെന്താണെന്ന് അന്വേഷിക്കണം. നിങ്ങൾ ടെക്നിക്കലാണെന്ന് എങ്ങനെയാണ് ഒന്നും കണ്ടുപിടിക്കാതെ പറയുന്നത്? കൺട്രോൾ യൂണിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രശ്നമല്ല. അതേ സന്ദർഭത്തിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രസ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ് എറർ കംപ്ലൈൻ്റ് ആണെങ്കിലും കൺട്രോൾ യൂണിറ്റിൻ്റെ എറർ ആണെങ്കിലും ഇതൊക്കെ ടെക്നിക്കൽ എററാണ്.